അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് 27-ാം രാവ്. 27-ാം രാവ് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മഹത്തായ രാവാണ്. ഒരു ഹദീസിൽ കാണാം, ഇൽതമിസു ലൈലത്തുൽ ഖദ്രി ലൈലത്തി 27. ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ റമളാനിലെ 27-ാം രാവിൽ പ്രതീക്ഷിച്ചു കൊള്ളുക. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉലമാക്കള്, പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ സംഭവിക്കാൻ ഏറ്റവും കൂടുതലും സാധ്യതയുള്ള ഒരു മഹത്തായ രാവാണ് 27-ാം രാവ്. 27-ാം രാവ് നിങ്ങൾ ഹയാത്താക്കുക. നിസ്കാരങ്ങളെ കൊണ്ടും സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ടും ദിക്റുകൾ ചൊല്ലിയും ദുആകൾ നടത്തിയും പരിശുദ്ധ ഖുർആൻ ഓതിയും സ്വതക്കകൾ ചെയ്തും നിങ്ങൾ ആ മഹത്തായ രാവിനെ ധന്യമാക്കുക. 27-ാം രാവ് ഏതു സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ 2 ദിക്റുകളുണ്ട്. ഖുർആൻ ഓതാൻ അറിയാത്തവർ, അതുപോലെ തന്നെ ബാക്കിയുള്ള ദിക്റുകളൊന്നും അറിയാത്തവർക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് അല്പം ഇസ്തിഗ്ഫാറും തഹ്ലീലും ചൊല്ലി ദുആ ചെയ്യാം. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖൻ ലൈലത്തുൽ ഖദ്രി 3 മറ. ഒരാള് ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഗഫറല്ലാഹു ലഹു ബിവാഹിദ, ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. വലജ്ജാഹുല്ലാഹു മിനന്നാർ ബിവാഹിദ, 2ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു. 3ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ വഅദ്ഖലഹുൽ ജന്ന ബിവാഹിദ, 3ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഏതു സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ തന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിവാക്കിയാൽ അവന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇത് ഏത് സാധാരണക്കാർക്കും, ഏത് ചെറിയവർക്കും, ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ കഴിയാത്തവർക്ക്, അതേപോലെ തന്നെ അശുദ്ധിയുള്ള സ്ത്രീകള്, നിസ്കാരം ഇല്ലാത്ത സ്ത്രീകള്, അവർക്കൊക്കെയും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്. നിസ്കാരമില്ലാത്ത ടൈമിലും ചൊല്ലാൻ പറ്റിയ ഒന്നാണ് ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ഇത് നമുക്ക് ചൊല്ലി ദുആ ചെയ്യാം. فقلت استغفروا ربكم إنه كان غفارا أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم جددوا إيمانكم ونبروا قلوبكم
وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وصلي على جميع الأنبياء والمرسلين وعلى ملائكته المقربين. رب سبحانه وتعالى നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ, ഉദ്ദേശങ്ങളെ, ആഗ്രഹങ്ങളെ അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കട്ടെ. എല്ലാ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും കടങ്ങളെയും അല്ലാഹു എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ ഓരോരുത്തരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾ കരുതുക. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കും, ദുആക്ക് ഇജാബത്ത് നൽകും. എല്ലാ ആളുകളും ആമീൻ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. പടച്ചവനേ, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും സ്വലാത്തുകളും അദ്കാറുകളും ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെയും തഹ്ലീലിന്റെയും സ്വലാത്തിന്റെയും ബർക്കത്ത് കൊണ്ട് പടച്ചവനേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള് ദോഷങ്ങള് പാപങ്ങള് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫ് നൽകണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാ നൽകല്ലേ അല്ലാഹ്. മുസീബത്ത് ഇറക്കല്ലേ അല്ലാഹ്. രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. സാമ്പത്തിക നഷ്ടം നൽകല്ലേ അല്ലാഹ്. ദാരിദ്ര്യം നൽകല്ലേ അല്ലാഹ്. അപകടം നൽകല്ലേ അല്ലാഹ്. ടെൻഷൻ നൽകല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം നൽകല്ലേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഈ മജ്ലിസുള്ളവർ എല്ലാവരിലും
നീ ബർക്കത്ത് നൽകണേ അല്ലാ. നീ തന്നതിൽ ബർക്കത്ത് നൽകണേ അല്ലാ. തരാനുദ്ദേശിക്കുന്നതിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ നിന്റെ ത്വഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സുകളിൽ നൂറുകണക്കായ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. പടച്ചവനെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ മാറ്റിത്തരണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ അല്ലാ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഹൈറായ വീടുണ്ടാക്കാനുള്ള എല്ലാ തൗഫീഖും നീ ചെയ്തു കൊടുക്കണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് അല്ലാ, എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലേ അല്ലാ. വീടുണ്ടാക്കി കടമായവരുണ്ട്, ആ കടങ്ങൾ വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല സ്വാലിഹത്തായ മക്കളാക്കണേ അല്ലാ. ചീത്ത മക്കളാക്കല്ലേ അല്ലാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന അനുസരണയുള്ള നല്ല മക്കളാക്കണേ അല്ലാ. തമ്മാടികളാക്കല്ലേ അല്ലാ. കള്ളുകുടിയന്മാർ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും അടിമകളാക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള നല്ല കഴിവ് നൽകണേ അല്ലാ. നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാ. നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാ. പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും നല്ല മാർക്കോടെ വിജയിക്കാനുള്ള, പാസ്സാകാനുള്ള എല്ലാ തൗഫീഖും നീ നൽകണേ അല്ലാ. പടച്ചവനെ കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കടം വീടാൻ കഴിയാത്തവരുണ്ട്. കച്ചവടത്തിനും ബിസിനസ്സിലും കടമായവരുണ്ട്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കടമായ ആളുകളുണ്ട്. കടം വീടാൻ കഴിയാത്തവരുണ്ട്. അല്ലാ, എല്ലാവരോടുടെ കടങ്ങളെ വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. കടം ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. കടം വീട്ടുന്നതിന്റെ മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടം വീട്ടി എല്ലാ കടങ്ങളും ബാധ്യതകളും ഹക്കടപാടുകളും പൂർത്തീകരിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ രോഗം നൽകല്ലേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും ക്യാൻസറിന്റെ ഒരു അംശം പോലും നീ നൽകല്ലേ അല്ലാ. കീറി മുറിക്കുന്ന രോഗം നൽകല്ലേ അല്ലാ. ഹോസ്പിറ്റലും ഐസിയുവിലും വെന്റിലേറ്ററിലും അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗം നൽകല്ലേ അല്ലാ. കാലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ അല്ലാ. കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു രോഗവും നൽകല്ലേ അല്ലാ. ആളുകൾ വെറുക്കുന്ന ഒരു രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളും പുറത്തും ഞങ്ങൾ അറിയാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എത്ര വലിയ രോഗമുണ്ടെങ്കിലും അത് നീ ശിഫാ നൽകണേ അല്ലാ. ശമനം നൽകണേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിനും കുടുംബത്തിനും കൂട്ടുകാരിനും ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് സഹോദരന്മാർ രോഗികളാണ്.
ആജിലായ ശിഫാ നൽകണേ അല്ലാ, പെട്ടെന്നുള്ള ശിഫാ നൽകണേ അല്ലാ. ഞങ്ങൾക്കോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ ഭാര്യ മക്കൾക്കോ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് കുടുംബക്കാര് കൊണ്ട് ഏൽപ്പിച്ചൊരു ഉസ്താദന്മാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര് ഒരാൾക്കും നീ മാരകമായ ഒരു രോഗവും നൽകല്ലേ അല്ലാ, ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാ, ശൈത്വാനിയത്ത് റൂഹാനിയത്ത് അടക്കമുള്ള സർവ്വ ശർറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ ജോലികളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കച്ചവടങ്ങളെ ബിസിനസ്സുകളെ കൃഷികളെ തോട്ടങ്ങളെ വാഹനങ്ങളെ വീടുകളെ ഭാര്യമക്കളെ മാതാപിതാക്കളെ ജ്യേഷ്ഠാനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാ ആളുകളെയും നീ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ സലാമത്ത് നൽകണേ അല്ലാ. ആക്സിഡന്റുകളിൽ നിന്ന് ഞങ്ങളെ നീ ഹിഫ്ദ് നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബക്കാര് മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവര് യതീമാകുന്ന ഒരു മരണം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും ഹക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം നൽകണേ അല്ലാ. ചീത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നിന്റെ പ്രത്യേകമായ ഹിഫ്ളും കാവലും നൽകണേ അല്ലാ. ഞങ്ങളെ ഒരു സ്ഥലത്തും നീ കൊടുക്കല്ലേ അല്ലാ, നടുറോട്ടിൽ നീ കൊടുക്കല്ലേ അല്ലാ, നടുറോട്ടിൽ ഞങ്ങളെ നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. പഠിച്ചവനെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ അന്തസ്സോടെ ഇസ്സത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോരി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ പണത്തിൽ വലിയ ബർക്കത്ത് നീ നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട വഴിയിൽ നീ ഇഷ്ടപ്പെട്ട വഴിയിൽ നിന്റെ പൊരുത്തത്തോടുകൂടെ നീ തന്ന സമ്പത്ത് പണം ചെലവഴിക്കാനുള്ള അത് ചെലവഴിക്കാനുള്ള നല്ല തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ നാട്ടിലും വിദേശത്തും ജോലിയില്ലാത്തവരുണ്ട്, അവർക്ക് നീ ഖൈറായ ജോലിയും നല്ല ശമ്പളവും നൽകണേ അല്ലാ. വിദേശത്ത് ജോലിക്ക് പോയവരുണ്ട്, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഇതുവരെ ജോലി ശരിയാകാത്തവരുണ്ട്, വിസയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, കഫീലിന്റെ പ്രശ്നം പറഞ്ഞവരുണ്ട്, കൂട്ടുകാരന്റെ ഷർറ് പറഞ്ഞവരുണ്ട്. അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ പ്രവാസികളായ സുഹൃത്തുക്കളെ കൂട്ടുകാരെ വേണ്ടപ്പെട്ടവരെ കുടുംബക്കാരെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. പ്രവാസികളായ സുഹൃത്തുക്കളെ നീ പ്രത്യേകമായ നിന്റെ ഹിഫ്ള് അവർക്ക് നീ നൽകണേ അല്ലാ. എല്ലാ അപകടങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് എല്ലാ മുസീബത്തുകളിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രവാസികളായ സുഹൃത്തുക്കളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. നിന്റെ പ്രത്യേകമായ ഹിഫ്ള് അവർക്ക് നീ നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ. കള്ളക്കേസിൽ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അസൂയക്കാരുടെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ. ഫാസിദീങ്ങളുടെ ഫസാദിൽ നിന്ന് കാക്കണേ അല്ലാ. ഐനീങ്ങളുടെ ഐനിൽ നിന്ന് കാക്കണേ അല്ലാ. മുത്തകബ്ബിരീങ്ങളുടെ കിബറിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാവിധ ശർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. പടച്ചവനേ, ഈ മജ്‌ലിസിൽ ഹാദിറായ ദിക്റുകൾ ചൊല്ലിയ തസ്ബീഹുകൾ ചൊല്ലിയ സ്വലാത്തുകൾ ചൊല്ലിയ എല്ലാ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സഹോദര സഹോദരിമാരെ
നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവിടെ വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവിടെ കടങ്ങളെ വിട്ടാനുള്ള മാർഗങ്ങളെ കാണിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. വലിയ സന്തോഷം നൽകണേ അല്ലാ. വലിയ റാഹത്ത് നൽകണേ അല്ലാ. റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്ന വീടാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ സമയങ്ങളിൽ, ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ അഫ്ആലുകളിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. വലിയ സന്തോഷം നൽകണേ അല്ലാ. ആര് കൈവിട്ടാലും റബ്ബാകുന്ന നീ ഞങ്ങളെ ഒരു സ്ഥലത്തും കൈവിടല്ലേ അല്ലാ. ആരും സഹായിക്കാനില്ലാത്ത ഖബറിലും മഹ്ശറയിലും ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ നീ കൈപിടിക്കണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തോടുകൂടെ ചെയ്യാനുള്ള വലിയ ഭാഗ്യം നൽകണേ അല്ലാ. ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനാക്കണേ അല്ലാ. കേടായി സാക്ഷി നിൽക്കുന്ന റമളാനാക്കല്ലേ അല്ലാ. ഈ പരിശുദ്ധ റമളാനിൽ ഇതുവരെ നോറ്റ നോമ്പുകൾ, നിസ്കരിച്ച നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരങ്ങൾ, തറാവീഹ് നിസ്കാരങ്ങൾ, ഓതിയ പരിശുദ്ധ ഖുർആന്, ചൊല്ലിയ ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകൾ നീ സ്വീകരിക്കണേ അല്ലാ. കൊടുത്ത സംഭാവനകൾ, സദഖകൾ, ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. നിന്റെ ഖളായിലുള്ള ബലാകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ആഫത്തുകൾ, രോഗങ്ങൾ, എല്ലാവിധ ബുദ്ധിമുട്ടുകൾ, സിഹർ, കണ്ണേർ, ശൈത്വാനി, തുർഹാനി അടക്കമുള്ള സർവ്വ ശർറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട സ്വഭാവം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ താഴ്മ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ആളുകൾക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള വലിയ തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റമളാനിന്റെ ശേഷം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം നീ എളുപ്പത്തിൽ പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ദുആകൾ നീ കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. പെട്ടെന്നുള്ള ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء والمرسلين وعلى ملائكتك المقربين أجمعين. السلام عليكم.